ഒരു 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 വിവേകമില്ലാത്തൊരു നാട്, ഒരു വെളിവില്ലാത്തൊരു നാട്ടിലെ ഒരു പട്ടി മാത്രം വെളിവുള്ളൊരു പട്ടി. ആ ഒരു കൺസെപ്ഷൻ എഴുതിയിരിക്കുന്ന ആയുഷ് ഉഗ്രനായിട്ട് പടം ചെയ്തിട്ടുണ്ട്. എടുത്തു പറയാൻ ചെമ്മൻ ചാക്കോന്റെ എഡിറ്റിങ്, കിഡിലിന് എഡിറ്റിങ്, അത് ടോവിനോ മറ്റേ പട്ടിക്ക് വേണ്ടി ഒരു സൗണ്ട് കൊടുത്തിട്ടുണ്ട്, പട്ടിയുടെ ചെന്നുകൾക്ക് വേണ്ടി ഒരു സൗണ്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കിടിലുണ്ടോ, വെറൈറ്റി മേക്കിങ് ഉഗ്രനായിട്ടുണ്ട് പടം. എന്ന് വെച്ചാൽ നമുക്കൊരു മടുപ്പില്ലാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ കിടിലം പടം. അടിപൊളി കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കോമഡിയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, വെറൈറ്റി പടം. നല്ല സിനിമയായിരുന്നു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. എല്ലാവർക്കും ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്നത്. മേക്കിംഗ് ഭയങ്കര അടിപൊളിയാണ്. രവിയുടെ സ്ക്രിപ്റ്റ്, സബിൻ, എല്ലാവരും ക്രൂ മെമ്പേഴ്സ് എല്ലാവരും പുതുമുഖങ്ങൾ അതിൽ കൂടുതലും അഭിനയിച്ചിട്ടുള്ളതല്ലോ. അപ്പൊ അതെല്ലാവരും ഭയങ്കര നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ആൾക്കാർ കണ്ടിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പം എന്തായാലും എല്ലാവരും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. എല്ലാവരും കയറി കാണും. പിന്നെ ഞാനിത് ആദ്യത്തെ ഷോ കഴിഞ്ഞിട്ട് ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറുപ്പാവില്ലേ. തീർത്തും കൺട്രോളിലില്ലാത്ത സിറ്റുവേഷനാണ് അവർ അഭിനയിച്ചിരിക്കുന്നത്. അത് നമ്മൾ അവിടെ ജസ്റ്റ് അവിടെ ഒരു ക്യാമറ വെച്ചിട്ട് ഈ സംഭവങ്ങൾ പകർത്തിയ പോലുള്ള പുതുമുഖങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ്. ഇത്രയും ക്രൗഡിനെ മാനേജ് ചെയ്തെടുത്തു എന്നുള്ളത് തന്നെയാണ് ആ സിനിമയുടെ വിജയം. പിന്നെ ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളെ കുറച്ചൊരു സൂപ്പർഫിഷ്യലായിട്ട് ഒരു ഫിക്ഷണൽ രൂപത്തിലാണ് നമ്മൾ ആ ഒരു തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് എങ്ങനെയാണ് ഇത് കഥ പോകുന്നത്. പക്ഷെ വൺസ് നമ്മൾ ആ കഥയിലേക്ക് ഇന്നായി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീലിംഗ് തരുന്ന ഒരു ഫ്രഷ് ഫീലിംഗ് തരുന്ന ഒരു സിനിമയാണ് പെണ്ണും പൊറാട്ടം എന്നുള്ളത്.